എടാ എത്ര നേരായി ഒന്ന് വേഗം നോക്ക്. എടാ നിക്കണം സെറ്റ് ചെയ്തിട്ട് ഞാനേ. എടാ നീ കടന്ന് ഡയറക്ടർ വെക്കാതെ തന്നെ നോക്കടാ. മയിലേ മയിലേ കുയിലേ. സെറ്റാക്ക്. ആയാ നീ പ്ലേ ദ സോങ് ആക്ഷൻ. அப்படி போடி 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 அப்படி போடி கண்ணாலே போடி 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 മയിലാളേ എന്നോട് പോടുമാ തേടുമാ. ഇത്രയും കഷ്ടപ്പെട്ട് കഴിച്ചിട്ട് റീച്ച് കിട്ടിയാൽ മതി എനിക്കല്ലേ. നോക്കട്ടെ നോക്കട്ടെ. കാണിച്ചടാ തള്ളല്ലേ. നിന്റെ തള്ളനുസരിച്ച് എന്തെങ്കിലും കിട്ടിയോ നോക്കട്ടെ. ഇതേ ഷമീറ, സർവത്ത് സമീറോ. പെണ്ണിന് പകരേ ക്യാമറനെ പ്രണയിച്ചാണ് ഷമീർ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് മീ. ഇത് തൂക്കിട്ടെടുക്കാൻ വേണ്ടിട്ടേ കുറെ കാലായി. നീ തൂക്കിയിട്ട് കിടക്കും. ഉപയോഗിക്കുന്ന വേറെ ആൺകുട്ടികളായിരിക്കും. ആവശ്യം ഷമീർ അടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നീ എന്താ ഉദ്ദേശിച്ചത്? അത് ഏത് അത് പിന്നെ ഈ വീഡിയോ ഇതൊന്ന് എടുക്കണോ എഡിറ്റ് ചെയ്യണോ നിനക്ക് തരണോന്ന് ഞാൻ സൗകര്യം പോലെ ആലോചിച്ച് പറയാട്ടാ. പെണങ്ങളുടെ മുത്ത സെറ്റാക്കി. പെണങ്ങളുടെ പെട്ടെന്ന് എടുത്തുണ്ടാ. ഈ തിരക്കിലാണ് നിന്റെ ഊള റീലെടുക്കാൻ വന്ന എനിക്ക് കടയിലിരുന്നാൽ മതിയെന്ന്. 5 പാസ്പോർട്ട് സൈസ് ഫോട്ടോ അടിച്ചിട്ടുണ്ടെങ്കിൽ രൂപ 500 എന്റെ പോക്കറ്റിലിരുന്നു. അവിടെ അതിന് ആര് വരാനാണ്? നീ നിന്റെ മുതലാളി മാറി മാറി എടുക്കാന്നല്ലാതെ. എന്തേലും പറഞ്ഞോ നീ? എന്തേലും പറയാൻ നീ ഉറക്ക പറ. നീ എന്ത് കുലീനാണോ? എടാ നാളമില്ലാത്ത നാറി. ഇതാ ഷാജിക്ക് പോയിട്ട് തന്നില്ലേ രൂപ 1000 പോക്കറ്റിലിരുന്നു. നിനക്ക് ഞാനാണോ വലുത്? 1000 വലുത്? എനിക്ക് 1000 വലുത്. ഫ്രണ്ട്ഷിപ്പിന്റെ വില അറിയാത്ത കണ്ടു തെണ്ടി. നിനക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ കൈക്കോട്ട് മാറിയ അവിടെ ഇങ്ങനെ പോന്നോട്ടെ എന്നുള്ളൂ. ഒരു പാലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. നീ പാലല്ലേ ഇടുന്നു? പാരല്ലേ? എടാ ഞാൻ പറഞ്ഞത്, ഞാനൊരു സെലിബ്രിറ്റി ആയതല്ലോ. മോഹൻലാലിന് ആന്റണി പെരുവാവൂരുള്ള പോലെ ഞാനായിരിക്കും നീ ആയിരിക്കും എന്റെ ക്യാമറമാൻ. ഓക്കെ? സെലിബ്രിറ്റിയോ? നീയോ? നീ സെലിബ്രിറ്റി? കൊള്ളാലോ. എന്താടാ നെഗറ്റീവ്? നീ ഒരു നോക്കിക്കോ, ഞാനൊരു കാലത്ത് വളർന്ന് പന്തലിക്കും ഇതേപോലൊക്കെ. നീ വളരേ പന്തലിക്ക് പന്തലഴിക്ക് എന്ത് വേണേലും ചെയ്തു. ഒരു പാലട്ട സ്ഥിതിക്ക് ഈ പാലത്തോടെ വീഡിയോ അങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും വരാം. ഞാൻ അവസരം മുതലെടുക്കാല്ലേ കാടപ്പന്നി. നീ ഒരു കാര്യം ചെയ്യും, ഒരു അൽഫാമും കുഴിമന്തി അത് ഞാൻ അങ്ങോട്ട് ഇട്ട് വരും. അതിൽ തൃപ്തിപ്പെടും. സെറ്റ്. റീചാർജ് ചെയ്യാവോ? നമ്പർ പറക്കാ. 8089791640. എത്ര ചെയ്യണ്ടേ? 1 ഇയർ പ്ലാൻ എത്ര വരുന്നത്? 1 ഇയർ പ്ലാനാ? 1 ഇയർ പ്ലാൻ വരുന്നത് 2545 രൂപ വരും. 1 മന്തോ? 1 മന്ത് പറയുമ്പോൾ 299 വരും. 1 ഡേ എത്ര വരുന്നത് അപ്പോൾ? 1 ഡേയാ? ഒരു ദിവസം 19 രൂപ. അത് ചെയ്തേക്കാം. 19 അത് മതിയാ? മതി. കയറിയിട്ടുണ്ടേ. ശരി. ബാലൻസ് 20 ഒരു മിഠായി മതിയാ? മിഠായില്ലല്ലേ, അടുത്ത പ്രാവശ്യം മതിയാ? ശരി ശരിയാണ്. റീചാർജ് ചെയ്യാൻ എന്താ ചെയ്യപ്പാ? സമയം 5 മണി. മഞ്ജുഷിനെ വിളിച്ചാലോ? മനുവിനെ വിളിക്കാം. ചെയ്യാം. ഇന്നത്തെ പൈസ 20 രൂപ. മഞ്ജുമുത്തേ. പറ. എടാ മനു, നീ എവിടെയാ? ഞാൻ ഷോപ്പില്. നീ ഇപ്പഴും കടയിൽ തന്നെയാണ്? എന്താണ് ഭായി ഇത് ഇത്രയും ആത്മാർത്ഥത? ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ ആണെങ്കിൽ അനിയനും വന്നിട്ടില്ല. നാണുമില്ല ഇങ്ങനെ പണിയെടുത്ത് അടക്കാനാ. അത് ഓട്ടെ, നിന്റെ കാര്യം. നീ എപ്പോഴാ വന്നത്? എടാ നീ ഒരു 249 റീചാർജ് ചെയ്തേക്കെ. 300 വേണ്ട, 249 മതി. ഞാൻ നിനക്ക് ഗൂഗിൾ പേയിലേക്ക് ഇട്ടുതരാം. എടാ കഴിഞ്ഞ ദിവസം നീ റീചാർജ് ചെയ്ത 1549 രൂപയുടെ പൈസ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. എടാ അത് ഇതുവരെ എത്തിയില്ലല്ലോ. അത് ചിലപ്പോ ഏറെ ബ്ലോക്ക് ആയതായിരിക്കും.
ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മറ്റേ കണക്ക് കൂട്ടി വെച്ചോ, മീൻസ് പറ്റിൽ എഴുതി വെച്ചോ, ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് തന്നേക്കാം. അതായത് 996 2000 ഇട്ട് തന്നേക്കാം. ഓക്കെ, ബാക്കി നീ ടിപ്പായിട്ട് എടുത്തോ, പെട്ടെന്ന് റീചാർജ് ചെയ്തേക്കെ. ഓക്കേടാ, ഓക്കെ. അതെ, ആദ്യം പറ്റിച്ചത് അങ്ങോട്ട് തീർക്ക്, എന്നിട്ട് ഇപ്പൊ പറ്റിക്കാം. എടാ മഞ്ജു, നിനക്ക് വല്ല കണക്കുണ്ട് ഇവിടെ എത്ര തരാനുണ്ടെന്ന്? ഓഹോ, നീ കണക്ക് പറയാനല്ലടാ. നീ ഒരു കാര്യം ഓർത്തോ, എനിക്കൊരു കണക്കുമില്ല, എൻ്റെ അടുത്ത് ഒരു കണക്കുമില്ല. പക്ഷേ നീ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉപ്പിലിട്ട മാങ്ങയും നാരങ്ങ മിഠായും പിന്നെ നീ എപ്പോഴും ചപ്പി അടക്കം ഒരു സാധനം ഉണ്ടല്ലോടാ, എന്താ എന്റെ പേര്? സിപ്പപ്പാണോ ഉദ്ദേശിക്കണേ? സിപ്പപ്പ്. അതൊക്കെ ഞാൻ എത്ര വാങ്ങിച്ചു തന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കാശിട്ടിട്ട്. അതൊന്നും നീ മറക്കരുതടാ. ആദ്യം മനുഷ്യനാവും, മനുഷ്യനായ നന്ദി ഉണ്ടാവണോടാ പന്നി. ഞാൻ വെക്കാണ്, നീ ആയിട്ട് ഇനി ഒരു ഇടപാടുമില്ല. പോ. നീ എന്താ വാത്സല്യം കളിക്കണ? എടാ അതല്ല പ്രശ്നം. എടാ അച്ഛന് കണക്ക് കൊടുക്കണോടാ. എടാ അതാ ഞാൻ പറയുന്നത്. എൻ്റെ സാലറി കിട്ടുമ്പോൾ ഞാൻ 2000 രൂപ അങ്ങോട്ട് തന്നേക്കാം. ആ പ്രശ്നം തീർന്നു. നിനക്കും വേണ്ട എനിക്കും വേണ്ട, നിന്റെ കണക്ക് തീർത്തേക്കാം. ഓക്കെ? അല്ല, നിനക്ക് പണിയൊന്നുമില്ല, പിന്നെ നിനക്ക് എങ്ങനെ സാലറി കിട്ടണേ? എനിക്ക് ജോലി കിട്ടുമല്ലോ, അപ്പോൾ സാലറി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ നിന്റെ പൈസ തന്നാൽ പോരെ, പെട്ടെന്ന് റീചാർജ് ചെയ്യും. അതിന് തമാശ കളിക്കാൻ സമയമില്ല. ഓക്കെ, ശരി, ബൈ ബൈ. ഇതിന്റെ പൈസ ഗോപിച്ചേട്ടാ. ഓക്കെ. ഗോപിച്ചേട്ടനാ? ഗോപിയാ? ഇങ്ങനെ എന്തിട്ട് ഉദ്ദേശിച്ചേ? ആ പൈസ ഗോപി. റീചാർജ്. ഹായ് മഞ്ജു, കുറെ നേരമായി വന്നിട്ട്. എടാ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് മഞ്ജുവിനെ വിളിക്കരുത്. എൻ്റെ മുഴുവൻ പേര് മഞ്ജുഷ് എന്നാണ്. എന്താ വിളിച്ചാൽ? എടാ നീ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാർ മൊത്തം നിന്നെ അതാണ് വിളിക്കുന്നത്. പിന്നെ ഞാനായിട്ട് മാറ്റണം എന്തിനാടാ? ചെറുപ്പം മുതൽ വിളിച്ച് ശീലിച്ചും പോയി. ഇതിനെന്തൊരു ഉണക്കമീനിന്റെ ചുവ. ഒരാളെങ്കിലും എന്നെ മുഴുവൻ പേര് വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്കെങ്കിലും ഒന്ന് വിളിച്ചൂടെ? അതൊക്കെ പോട്ടെ. മോനെ ദിനേശ, ഇന്ന് വൈകിട്ട് എന്താ പരിപാടി? നമുക്ക് എന്ത് പരിപാടി? കിടക്കുന്നു, ഉറങ്ങുന്നു, നേരം വിളിക്കുന്നു, വൈകുന്നേരം ആവുന്നു, റിപ്പീറ്റ്. അതുപോലെ വൈകുന്നേരം ആവുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, നേരം വിളിക്കുന്നു, റിപ്പീറ്റ്. മോനെ മഞ്ജുഷേ, ഇന്ന് രാത്രി അൽഫാമും മന്തിയും എൻ്റെ വക. ശരിക്കും? എന്താടാ മാനത്ത്? അല്ല, കാക്ക വല്ലതും മലർന്നുറക്കുന്നുണ്ടാന്ന് നോക്കിയാണ്. ഒന്നും കാണാതെ പൊട്ടര് വെള്ളത്തിൽ ചാടില്ലല്ലോ. എന്താണ്? ഇന്ന് എൻ്റെ ഒരു ഇടിവട്ട് സാധനം ഇറങ്ങാനുണ്ട്, അടിപൊളി റീൽസ്. അതൊന്ന് ഇറങ്ങിക്കോട്ടെ, അതിൻ്റെ ലെവൽ തന്നെ മാറും ഇൻസ്റ്റയിൽ. പിന്നെ ജബ്ബാബ്സിനൊക്കെ നീയൊക്കെ പിന്നെ കാണുന്നുണ്ടെങ്കിൽ വരേണ്ടി വരും നീയൊക്കെ എൻ്റെ. ഓഹോ, അങ്ങനെയല്ലേ. നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടോ? 1512 കുറവ്. അത്രയും കുറവല്ല, ഭയങ്കര ഫോളോവേഴ്സ് ഉള്ള നിനക്ക്. കാലാബോധം ഇല്ലാത്ത നിന്നൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് എന്നെ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും. ഒന്ന് പോടേക്കാൻ. വന്നല്ലോ വനമാല. എന്താണ് ഗുൽഗുഷ്ടമായ ചർച്ച? എടാ ഈ റീൽസ് വേണ്ടി പറയണേ, നമുക്ക് കലാബോധം ഇല്ലെന്ന്. മോനെ, മഞ്ജുവിന്റെ കാര്യത്തിൽ നീ പറഞ്ഞ കറക്റ്റാ, പക്ഷെ നീ പറഞ്ഞ വളരെ മോശമായിപ്പോയി. എടാ പിന്നെ നീ എന്നെ ഇൻസൾട്ട് ചെയ്താണല്ലോടാ ബ്ലഡി ഫുൾ. ഇന്ന് നിന്റെ ചെലവായി പോയി, എന്റെ ചെലവ് അങ്ങനെ കൊന്നേനെ. നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തിരികെ വേണ്ട വേണ്ട, കടിയും ചായം കുടിക്കാം, അത് നിന്റെ ലെവല്. കമോണ്ട്രാ. ഞാൻ ഒരു മിനിറ്റ് ഷെമീനൊന്ന് വിളിക്കട്ടെ. ഷെമി ഉറക്കമല്ലേ? കട്ടയിലായിരിക്കും. എവിടെ ഉണ്ട്? വരുന്നുണ്ടോ? എന്ന് വെച്ചാല് ഇപ്പൊ കടയിൽ മുതലാളി ഉണ്ട്, ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ കഥം ഹോകയാ. എന്തായാലും ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. നിനക്ക് വരാതിരിക്കാം, അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. ഓക്കെ? ഇവിടെ ഒന്നും കാണാത്ത രണ്ട് കിളികൾ. പറഞ്ഞ പോലെ ഇതിനു മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ക്യാമറ ഫേസുള്ള 2 കിളികൾ
ചിലപ്പോ ദേശാടനക്കിളികളായിരിക്കൂടാ. അതെ, ഇത് എൻ്റെ ഫോളോവേഴ്സ് ആയിരിക്കും. എൻ്റെ വീഡിയോ കണ്ട് നല്ല പരിചയം ഉണ്ടാവും. അതിനൊരു വഴിയും കാണില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഈ വഴി വരാതെ നിന്നെ കണ്ട അവർ മറ്റേ വഴി കറങ്ങിപ്പോവും. എടാ നിന്റെ വീട് ചക്കാൻ്റെ കാണാനുള്ള പിന്നെ അല്ലേ എവിടെയെങ്കിലും കിടക്കാൻ. ഇന്ന് രാത്രി 24 മണിക്കൂറിനകം എനിക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം. ഓക്കെ, യു ഗോ ഗോട്ട് ഇറ്റ്. ഒന്ന് പോടാ കോപ്പേ, അതല്ലേ എന്റെ പണി. പിന്നെ അവന് ഡീറ്റെയിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ. മഞ്ജുവിന്റെ ഡാറ്റ ഇന്ന് തീരുമെന്ന് പറയണ്ടെന്നല്ല, നമുക്ക് റീചാർജ് ചെയ്യണ വേണ്ടെന്ന് തീരുമാനിക്കാം അല്ലേ? മോനെ ഞാൻ തമാശ പറഞ്ഞല്ലേ, നിന്നെ ടെസ്റ്റ് ചെയ്തല്ലേ ഞാൻ. നിനക്ക് എന്താ വേണ്ട? ടെസ്റ്റ് ചെയ്താൽ എന്താ വേണ്ട എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് വിത്തിൻ 24 hours ഞാൻ നിങ്ങൾ ടേബിളിൽ ഇട്ടിക്കും കേട്ടോ. അതാണ് സെറ്റ്. പക്ഷേ കള്ളൻ